ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഗോബി ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോണത്. ഇത് മുംബൈയിലും ചെന്നൈയിലും കിട്ടുന്ന പോലെയുള്ള സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലിലുള്ള ഫ്രൈഡ് റൈസ് ആണ്. ഇതിനു വേണ്ടിയിട്ട് കോളിഫ്ലവർ ഒരു 10 മിനിറ്റ് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി അല്ലെങ്കിൽ ഇതിന് പകരം കോൺഫ്ലോർ ഉപയോഗിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല ഒന്ന് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒരുപാട് ഒഴിക്കാതെ മസാലകളൊന്ന് കോളിഫ്ലവറിൽ ഒട്ടിപ്പിടിച്ചാൽ മതി. എന്നിട്ട് ഇതിനൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി ഇതിനെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ബാസ്മതി അരിയാണ്. ഇതിനെ ചൂടുവെള്ളത്തിലിട്ട് കൊടുക്കുക. ചൂടുവെള്ളത്തിലിട്ടാൽ അരി ഒട്ടിപ്പിടിക്കാതെ നല്ലോണം തരിയായിട്ട് കിട്ടും. 1 ടീസ്പൂണ് എണ്ണ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അരി ഒരു പാതി വേവാവുന്ന വരെ തിളപ്പിക്കണം. എന്നിട്ട് മാറ്റി വയ്ക്കുക. ചോറ് ഊറ്റിയതിന് ശേഷം ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചോറ് പകുതി വെന്ത് കിട്ടിയാൽ മതി. ചൂടുവെള്ളം മാറ്റിയില്ലെങ്കിൽ അതിൽ തന്നെ കിടന്ന് ചോറ് വീണ്ടും വെന്തു പോകും. നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ക്യാപ്സിക്കം, ക്യാരറ്റ്, ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി, ക്യാബേജ്, വലിയുള്ളി, നമുക്ക് ഇതിലേക്ക് ബീൻസും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കുക. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായിട്ടൊന്നും വണങ്ങണമെന്നില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് 1-2 മിനിറ്റ് വഴറ്റിയെടുക്കുക. ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് വരെ വഴറ്റി കൊടുക്കണം. ക്യാബേജ് അവസാനം ഇട്ട് കൊടുക്കുക. ക്യാബേജ് വേഗം വാടി കിട്ടും. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് 1-2 മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ. ഫ്രൈഡ് റൈസിൻ്റെ മസാലയ്ക്കും പിന്നെ ചോറിനും കൂടെ ചേർത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി, നമ്മളുടെ എരിവ് അനുസരിച്ചിട്ട് അളവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യുക. 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് സോയാ സോസ്, 1 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് ഈ മസാലകളൊക്കെ ചോറിലേക്ക് പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് ചോറിൽ ഉപ്പുണ്ടോ നോക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. മസാലകളൊക്കെ ചോറിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസിന് ഒരു ചെറിയ പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് വിനെഗർ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അവസാനം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ടയൊക്കെ ഇഷ്ടമുള്ളവർക്ക് മുട്ട നേരത്തെ ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് തനിച്ച് ബുർജിയാക്കിയിട്ട് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. അങ്ങനെ സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലിലുള്ള ഗോബി ഫ്രൈഡ് റൈസ് തയ്യാറായിട്ടുണ്ട്. തുടർന്നും ഈ ചാനലിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക.